പറഞ്ഞേ, ഇപ്പോൾ അവിടെ പോയി വന്നാൽ ഒരു ദീനീ സേവകനായിട്ട് അല്ലെങ്കിൽ ദീനിയായ നിലക്ക് ഒരു ഫത്വ കൊടുക്കാനോ അതുപോലത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു പാകതയും വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പോണത്. അപ്പം അവിടെ പോയിട്ട് കണ്ട അതും ഇതും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാനും മറ്റും നിൽക്കരുത്. ശരിക്കും കിതാബ് തഹക്കീഖാക്കിയിട്ട് വന്നോളുണ്ട് എന്ന് ഒന്നും പറഞ്ഞിട്ട്. ഈ ഉപദേശം ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തിന് കൂടുതൽ കർമ്മചൈതന്യം നൽകുകയുണ്ടായി. ബാക്കിയാത്തിൽ നിന്ന് വന്നതിനു ശേഷം ആദ്യമായി ദർസ് നടത്തിയത് കോഴിക്കോട് ജില്ലയിലെ ഇയ്യാട് എന്ന പ്രദേശത്തായിരുന്നു. അവിടം മുതൽ 12 വർഷക്കാലം ശൈഖുനായുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മർക്കസ് മുദരിസ് KK അഹമ്മദ്കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ആ സ്ഥലങ്ങൾ എണ്ണിപ്പറയുന്നു. വന്നിരായ ഉസ്താദിന്റെ കൂടെ ഇയ്യാട് 1 കൊല്ലം, തൃപ്പനച്ചി പാലക്കാട് 1 കൊല്ലം, ഉരുളിക്കുന്ന് 2 കൊല്ലം, പുത്തൂപ്പാടത്ത് ഒരു 7 കൊല്ലം, ആക്കോട് 1 കൊല്ലം, ഇരുമ്പ് ജോലക്കൽ 1 കൊല്ലം, ഏതാണ്ട് ഒരു 12 കൊല്ലത്തോളം ഉസ്താദിന്റെ കീഴിൽ ഞാനൊരു മുത്താലിമായി ജീവിച്ചിട്ടുണ്ട്. ഉസ്താദ് ദർസ് നടത്തിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടമുറങ്ങുന്ന ചരിത്രങ്ങൾ കുറെ ശേഖരിക്കാനായെങ്കിലും എല്ലാം വിവരിക്കാനാകുന്നില്ല. ഇത് മാലിക് ദീനാർ മസ്ജിദ്, കേരളത്തിലെ ഇസ്ലാം പൈതൃകത്തിന്റെ ഈറ്റില്ലങ്ങളിലൊന്ന്. ശൈഖൂന EK ഹസൻ മുസ്ലിയാർ അവസാനമായി ദർസ് നടത്തിയത് ദീനാരിയ സ്ഥാപനങ്ങളിലാണ്. കാസർഗോഡ് കാളിയായതു മുതലാണിത്. പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ 12 വർഷവും ജീവിതാന്ത്യം വരെ കാസർഗോഡ് കാളിയും മുദരിസുമായും സേവനമനുഷ്ഠിച്ചു. 3 ദശാബ്ദക്കാലത്തോളമുള്ള ദർസ് കാലയളവിൽ പ്രമുഖരും പ്രഗത്ഭരുമായ ധാരാളം പണ്ഡിതരെ കൈരളിക്ക് സമർപ്പിക്കുന്നതിന് ശൈഖൂനായുടെ ദർസ് കാരണമായി. ബഹുമാന്യരായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ തളിപ്പറമ്പിൽ ശംസുൽ ഉലമായുടെ ദർസിലെ വിദ്യാർത്ഥിയായിരുന്നു. അന്നവിടെ സീനിയർ വിദ്യാർത്ഥിയായിരുന്ന ഹസൻ മുസ്ലിയാർ തങ്ങൾക്കും അനുജൻ അബ്ദുള്ള മുസ്ലിയാർക്കും ദർസ് നടത്തിയിട്ടുണ്ടായിരുന്നു. KK അബ്ദുറഹിമാൻ മുസ്ലിയാർ, മാരായമംഗലം അബ്ദുറഹിമാൻ ഫൈസി, കട്ടിപ്പാറ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മമ്പുറം PPA കുട്ടി ദാരിമി, എടക്കര VM ബാപ്പൂട്ടി ദാരിമി, മുസ്തഫ ദാരിമി, എടയൂർ PSK ദാരിമി, ഇസ്മായിൽ ദാരിമി, പൂനൂർ അബ്ദുള്ളക്കോയ ദാരിമി, തൃശൂർ PK ബാവ ദാരിമി, എറണാകുളം അലിക്കുഞ്ഞ് ദാരിമി, കാസർഗോഡ് അബ്ദുള്ളക്കുഞ്ഞി ഫൈസി, PC അബ്ദുള്ള മുസ്ലിയാർ, മൂത്തേടം അബ്ദുറഹിമാൻ ദാരിമി തുടങ്ങി കേരളത്തിലെ സുന്നി പ്രവർത്തന പ്രഭാഷണ രംഗങ്ങളിൽ നിറസാന്നിധ്യങ്ങളായ യുവ പണ്ഡിതർ ശൈഖൂനായുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരാണ്. ഗുരുനാഥൻ എന്നതിലുപരി സ്നേഹനിധിയായി പിതാവിനെപ്പോലെയും കൂട്ടുകാരനെപ്പോലെയുമായിരുന്നു ശിഷ്യന്മാർക്ക് ശൈഖൂന. കണിശവും കർക്കശവുമായ നിലപാടുകൾക്കിടയിലും അപാരമായ സ്നേഹം ചുരത്തിയ ശൈഖൂനായെക്കുറിച്ച് ശിഷ്യന്മാർക്ക് ഏറെ പറയാനുണ്ട്. ദർസ് മുടങ്ങാതിരിക്കാൻ കാണിച്ച ജാഗ്രതയും അതിനുവേണ്ടി വരിച്ച ത്യാഗവും വളരെ വലുതായിരുന്നു. തുടക്കം മുതൽ നന്ദി ദാറുസലാമിലേക്ക് ഉപരിപഠനത്തിന് പോകും വരെ ഉസ്താദിന്റെ ശിഷ്യത്വ സൗഭാഗ്യം സിദ്ധിച്ച സൈദാലിക്കുട്ടി ദാരിമിയുടെ വിവരണത്തിൽ നിന്ന്. കേരളത്തിന്റെ നാനാഭാഗത്തും വിധേയ പ്രസ്ഥാനങ്ങളുള്ള പടയോട്ടത്തിനിടയിൽ ഉറക്കവും അതുപോലെ ക്ഷീണവുമെല്ലാം ഉണ്ടെങ്കിലും വിശ്രമം എന്തെന്നറിയാതെ ഏത് പാതിരാ സമയത്ത് വയല് കഴിഞ്ഞ് വാഹന സൗകര്യങ്ങൾ പരിമിതമായിരുന്ന ആ കാലഘട്ടത്തിൽ പോലും പത്രക്കെട്ടുകൾ കൊണ്ടുവരുന്ന ലോറിയിലോ വാനിലൊക്കെ കയറി വന്ന് കോളേജിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ബൈലാവി കൊണ്ടുവാ അല്ലെങ്കിൽ ജംഅ് കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസ്താദ് രാവിലെ അങ്ങോട്ട് കയറിയിരുന്നത്. ദർസ് മുടങ്ങാതിരിക്കുന്നതിന് ശൈഖൂന കാണിച്ച ശുഷ്കാന്തി ത്യാഗപൂർണമായിരുന്നു. മീഞ്ചന്തയിൽ നിന്ന് 4 രാത്രികളിൽ പുത്തൂപ്പാടം വരെ നടന്ന സംഭവം ത്യാഗപൂർണവും അതോടൊപ്പം സരസവുമായിരുന്നെന്ന് MK ഹസൻ മുസ്ലിയാർ ഓർക്കുന്നു. ശിഷ്യവത്സലനായ ഗുരുവിന്റെ ജീവിതത്തിലെ ചില ഏടുകൾ അയവിറക്കുമ്പോൾ അദ്ദേഹം വിതുമ്പുകയാണ്. മീഞ്ചന്തയിൽ 4 ദിവസം വയതിന് അവരുമായിട്ടുള്ള ഖണ്ഡന പ്രസംഗം, ഈ 4 ദിവസവും
ഞാനും ബഹുവന്യരായ ഉസ്താദും അവിടുന്ന് പുത്തുപാടം മൊല്ലാക്കിയായിരിക്കുന്ന മഹമുട്ടി മൊല്ലാക്ക എന്ന ആളും ഉസ്താദിൻ്റെ ഒരു പട്ടാളക്കാരൻ എന്ന് പറഞ്ഞ ഒരു സെയ്ദ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾ 4 പേരും പാടെ അവിടുന്ന് നടന്നായിരുന്നു പോരുന്നത്. ചിലപ്പം ഞങ്ങളോട് കൂടെ രസം പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തിൽ നമ്മൾ ഇവിടുന്ന് ഓടിയിട്ട് ഫറൂഖ് പാലം ആദ്യം കടക്കുന്നവർക്ക് ബേക്കിൽ വരുന്നവർ ചായയും പൊറാട്ടയും രാമനാട്ടിൽ നിന്ന് വാങ്ങിത്തരിക എന്നുള്ള കരാറിലാണ്. അന്ന് ഞാൻ നല്ല യുവാവാണ്. ഓടിയിട്ട് എവിടുന്നാണ്, ചെറുവണ്ണൂരിൽ നിന്നാണ് ഓടുന്നത്. ഓടി ഫറൂഖ് പാലം ഞാൻ ആദ്യം കടന്ന്, അതിൻ്റെ ശേഷം സെയ്തും കടന്ന് ഞങ്ങൾ കുഴക്കാറ്റി അങ്ങനെ കുത്തിരുന്നപ്പോണ്ട് ഉസ്താദ് കിതച്ചിങ്ങനെ വരുന്നു. ഏതായാലും അവിടുന്ന് രാമനാട്ടിൽ വന്ന് ഇറച്ചും പൊറാട്ടിയും ഒക്കെ വാങ്ങിത്തന്നു. മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ആസ്ഥാനവുമായി വന്നപ്പോൾ താൻ ഷർത്ത് വെച്ചു വരാം, പക്ഷേ ദർസ് വേണം. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഖാദിമാർ അല്ലെങ്കിൽ ഖാദിമാരുടെ നേതൃത്വത്തിൽ ദർസ് എന്നത് അത്രത്തോളം അതുവരെ ഉണ്ടായിരുന്നില്ല. അത്രയും ഒരു കണിശത കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദർസീ ജീവിതം മാത്രം അല്ലെങ്കിൽ ദർസ് കൊണ്ട് മാത്രമേ സുന്നത്ത് ജമാഅത്തിന്റെ തനതായ രൂപം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ആലിമീങ്ങളെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഉസ്താദ് ദർസിന്റെ കാര്യം കണിശമായി അവരോട് പറഞ്ഞു. ദർസ് 60 or 65 അല്ലെങ്കിൽ അതിലധികമോ വരുന്ന മുതാലിമീകൾക്ക് ഭക്ഷണവും മറ്റും കൊടുത്തുകൊണ്ടുള്ള ദർസ് നിങ്ങൾ ഏൽക്കുമെങ്കിൽ ഖാദിസ്ഥാനം ഞാൻ ഏൽക്കാം എന്ന്. അങ്ങനെ ഉസ്താദ് പറഞ്ഞ ഷർത്ത് അവർ സ്വീകരിച്ചതിനെ തുടർന്ന് അവിടുത്തെ ഖാദിസ്ഥാനമേറ്റു. പിന്നെ അവിടെ വെച്ചുകൊണ്ട് അവിടെ ഖാദിയായിരിക്കെയാണ് 982 അദ്ദേഹത്തിന്റെ വഫാത്ത് നടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. തന്റെ ശിഷ്യന്മാരെല്ലാം ഉന്നതരും യോഗ്യരുമാവണമെന്ന ഉത്കടമായ ആഗ്രഹത്തിൽ പ്രചോദിതമായ ആത്മാർത്ഥമായ സമീപന രീതികളും ത്യാഗകഥകളും ഏറെയാണ്. ഏതെങ്കിലും ഒരു ശിഷ്യന് ഒരു ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെട്ടാൽ അത് തന്നിൽ നിന്ന് തന്നെ ശിഷ്യൻ കേട്ടിരിക്കണമെന്ന നിർബന്ധമായിരുന്നു ശൈഖുനായ്ക്ക്. ബാപ്പുട്ടി ദാരിമി, മാരായമംഗലം അബ്ദുറഹിമാൻ ഫൈസി എന്നിവർ അത്തരം രംഗങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഉസ്താദിൽ നിന്നും പിരിയാൻ മനസ്സില്ലാത്ത ശിഷ്യന്മാരായിരുന്നു ശൈഖുനായുടേത്. ബാപ്പുട്ടി ദാരിമി വിവരിക്കുന്നത് കേൾക്കുക. ഞാൻ പാലക്കാട് ജന്നത്തുലുലൂമിൽ ചേരാൻ വരുമ്പോൾ 7ാം ക്ലാസ്സിൽ ചേർക്കാൻ എന്നെ ഉസ്താദ് നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു 7ൽ ചേരില്ല, നീ 7ൽ തന്നെ ചേരണമെന്ന് ഒരുപാട് പറഞ്ഞു. സെലക്ഷൻ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നീ 7ൽ തന്നെ ചേരണം. ഞാൻ പറഞ്ഞു എനിക്ക് 6ാം ക്ലാസ് മതി. അവസാനം ഞാൻ പറഞ്ഞു ഉസ്താദെ 7ൽ ചേർന്നാൽ 1 കൊല്ലം കൊണ്ട് ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞില്ലേ, ഞാൻ അടുത്ത കൊല്ലം പോവണ്ടേ, നിങ്ങളെ കൂടെ എനിക്ക് 1 കൊല്ലം നിന്നാൽ പോരാ, എനിക്ക് കൂടുതൽ ഉസ്താദിൻ്റെ കൂടെ നിൽക്കണം, അതിനുവേണ്ടി ഞാൻ 7ൽ ചേരില്ല എന്ന് പറയുമ്പോൾ ആ കാഴ്ചപ്പാടിനെ ഉസ്താദ് സന്തോഷപൂർവ്വം കണ്ടിട്ടാണ് എന്നെ 6ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. ശൈഖുനായുടെ ശിഷ്യത്വ സൗഭാഗ്യം ഒരു നിധി പോലെ കരുതുന്ന ബഹുമാനപ്പെട്ട PC അബ്ദുള്ള മുസ്ലിയാർ 3 ദശാബ്ദത്തിലധികമായി സെന്റർ പൊയിലൂരിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. ഉസ്താദിന്റെ മരണാനന്തര പരിചരണത്തെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിക്കുന്നു. നിക്കാഹ് സംബന്ധമായി, തലാഖ്